പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ തോട്ടം മാനേജറെ തല്ലിക്കൊന്ന് പെട്രോൾ ഒഴിച്ചു കത്തിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി 3 പ്രകാശിനുള്ള ശിക്ഷ വിധിച്ചത്. കന്യാകുമാരി സ്വദേശി സാലമൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി 3 ലക്ഷം രൂപ പിഴയൊടുക്കുകയും വേണം. 2017 ഓഗസ്റ്റ് 14 രാത്രിയായിരുന്നു ക്രൂര കൊലപാതകം. കന്യാകുമാരി പൈങ്കുളം ചെമ്പട്ടുവിള സ്വദേശി സാലമൻ 65-കാരനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കൈകാലുകൾ തല്ലികൊടിച്ചു. ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. 2017 ആഗസ്റ്റ് 14 രാത്രിയായിരുന്നു ക്രൂരമായ കൊലപാതകം. വടശ്ശേരിക്കര കോട്ടമലയിലെ സ്വകാര്യ തോട്ടത്തിലെ കെട്ടിടത്തിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. സാലമന്റെ ഒപ്പം താമസിച്ചു വന്ന തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി പ്രകാശനായിരുന്നു കേസിലെ പ്രതി. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും കണക്കിലെടുത്താണ് ജഡ്ജി മിനിമോൾ ഫറൂഖ് വിധി പറഞ്ഞത്. ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് കോടതി ഫൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ 3 ലക്ഷം രൂപ ഫൈനും, അത് അടച്ചില്ല എങ്കിൽ 2 വർഷം കൂടി അധിക തടവ് കൂടിയാണ് ബഹുമാനപ്പെട്ട കോടതി 3ാം കോടതി വിധിച്ചിരിക്കുന്നത്. അതിൽ 1.5 ലക്ഷം രൂപ കൊല്ലപ്പെട്ട ഈ സാലമൻ്റെ വിക്ടിമിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. റാന്നി സ്വദേശി നെൽസന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു റബ്ബർ തോട്ടം. നോക്കി നടത്തിപ്പുകാരനായിരുന്നു സാലമൻ. തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു പ്രതി പ്രകാശ്. റബ്ബർ മരങ്ങൾ സ്ഥിരമായി ടാപ്പ് ചെയ്യുന്നില്ല എന്ന് സാലമൻ ഉടമ നെൽസനോട് പരാതി പറഞ്ഞതിലുള്ള വിരോധം കാരണമായിരുന്നു കൊലപാതകം. സംഭവശേഷം നെൽസനെ ഫോണിൽ വിളിച്ച് പ്രതി നിനക്കുള്ള പണി സാലമന് കൊടുത്തതായി പറഞ്ഞതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കൊലപാതക ശേഷം സ്ഥലത്തു നിന്നും പ്രകാശ് മുങ്ങി. നെയ്യാറ്റിൻകരയിൽ കൊലപാതക ശ്രമക്കേസിൽ പിടിയിലായതോടെയാണ് ഈ കേസിന്റെ ചുരുൾ അഴിഞ്ഞത്. ഈ പ്രതി ഇവർ 2 പേര് മാത്രമേ അവിടെ താമസമുള്ളായിരുന്നു. അപ്പോൾ അത് പ്രതിക്ക് മുൻവരേഖ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തിയത്. വേറെ ആരും അവിടെ ചെയ്യത്തില്ല, ഇത് 2 ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പോൾ അന്വേഷണത്തിൽ നമ്മൾ ഈ പ്രതിയെ നേരെ തന്നെ അറിയാമായിരുന്നു. പിന്നീട് ഒളിച്ചു താമസിച്ച പ്രതിയെ കണ്ടെത്തി ബാക്കി തെളിവെല്ലാം ശേഖരിച്ച് കോടതി മുമ്പിൽ എത്തിക്കുകയായിരുന്നു. 33 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ 30 പേരെ കോടതി വിസ്തരിച്ചു. 40 രേഖകളും പരിഗണിച്ചു. 2024 ഒക്ടോബർ 24-നാണ് കേസിൽ വിചാരണ തുടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.